ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്ന ഓംലെറ്റ് പിസ്സയാണ് കേട്ടോ. അപ്പോൾ നമുക്കൊട്ടും താമസിക്കാതെ ഓംലെറ്റ് പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കിയിട്ട് വരാം. ഇന്നത്തെ ഡിന്നർ ഇതായിരുന്നു. അപ്പോൾ പിസ്സയുടെ ഒരു ടേസ്റ്റും ഉണ്ട്, ഓംലെറ്റും കൊണ്ട് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളതൊക്കെ പെപ്പർ റെഡ് കളറായിരുന്നു, അതിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറി ടൊമാറ്റോസ്, ഒരു ഒനിയൻ്റെ ഹാഫ്, കുറച്ച് സ്പിനാച്ച് ലീവ്സ്, പിന്നെ കുരുമുളക് ചതച്ചെടുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് പിസ്സ സോസിൻ്റെ അതിൽ റെഡി ആയിട്ടുള്ളത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 5 എഗ്ഗ് റെഡിയാക്കി എടുക്കാം. നമുക്കൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. പിസ്സ സോസ് ഇല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ കൊണ്ട് നമ്മുടെ സോസ് റെഡിയാക്കി എടുത്താലും മതി. സോസ് ഉള്ളതുകൊണ്ട് അത് എളുപ്പമുണ്ടായിരുന്നു. എനിക്ക് 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം ചേർത്ത് കേട്ടോ. ഞാൻ വേറെ ഉപ്പൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. അതിപ്പോൾ നമുക്കിതൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം. ഒരു എഗ് ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ചതച്ച കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ചതച്ച വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. എരിവൊന്നും അധികമാവില്ല കേട്ടോ, പെർഫെക്റ്റ് ആയിരിക്കും. ഒരു പിസ്സ കഴിക്കുമ്പോൾ തന്നെ ഇരിക്കും, പക്ഷെ നല്ല അടിയിൽ നല്ല ക്രഞ്ചി ഫീലിങ്ങിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തു 1 ടീസ്പൂൺ. ഒരു ചെറിയ പീസും ബട്ടറും കൂടെ ചേർത്തു. അതൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കരുത്, ഒരു മീഡിയം ഹീറ്റിൽ വെക്കണം. ചൂടായി കഴിയുമ്പോൾ നമുക്ക് എഗ്ഗ് അടിച്ച് വെച്ചിരിക്കുന്ന ഒന്നോടൊന്ന് അടിച്ച് പതപ്പിച്ചിട്ട് 1/4 ഭാഗവും ചേർത്ത് കൊടുക്കുക. ഒരു ഇച്ചിരി ബാക്കി വെക്കണേ. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് സ്ലോ കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ആ അടിയിൽ ഒത്തിരി കരിഞ്ഞു പോയാൽ നമ്മുടെ പിസ്സ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു. അപ്പോൾ ഇനി സൈഡിൽ കൂടെ പയ്യെ ഒന്ന് തട്ടി മാറ്റി കൊടുക്കണം കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകാതെ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. നോക്കൂ, പെട്ടെന്ന് അങ്ങ് ആയി വരുന്നില്ല, ഒരു സ്ലോയിൽ ഒന്ന് ആയി വന്നാൽ മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു. ഒത്തിരി ഒന്ന് ഇളക്കി ഉടച്ച് കളയുകയും ചെയ്യരുത്. അപ്പോൾ അതങ്ങനെ റെഡിയായി വരട്ടെ. നമുക്കൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മേക്ക് ഷുവർ ചെയ്യണം ഒന്നങ്ങ് കരിഞ്ഞു പോകുന്നില്ലെന്ന്. അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോൾ പയ്യെ തീ സ്ലോയിലാക്കാം കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നതിനകത്ത് ബ്രെഡിൻ്റെ അറ്റമൊക്കെ മുറിച്ച് ചെറിയ പീസുകളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇതിൻ്റെ മുകളിലങ്ങ് നിരത്ത്. അത് ഒരുപാട് അങ്ങ് കുക്കായി വരുന്നതിന് മുമ്പ് അങ്ങ് സ്റ്റിക്കായിട്ടിരിക്കും. അപ്പോൾ ഈ ബ്രെഡ് എന്നിട്ട് നമുക്ക് തിരിച്ചിടണം. അപ്പോൾ ബ്രെഡെല്ലാം ചെറിയ പീസുകളായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിരത്തി കൊടുക്കാം. കൈ കൊണ്ടൊക്കെ ചില്ലി പറിച്ച ഷേപ്പിൽ അതിൻ്റെ ഫുള്ള് ലെയർ കൊടുക്കുക. അതാണ് അടുത്ത ടാസ്ക്. അപ്പം ഒരുപാട് കുക്കാവുന്നതിന് മുമ്പ് ഇങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ അതിനകത്ത് ഒന്ന് സ്റ്റിക്കായിരുന്നുള്ളൂ. നമ്മുടെ അതിൽ ബ്രെഡില്ലെങ്കിൽ നമുക്ക് റാപ്പാണുള്ളത്, റാപ്പും വെക്കാം. പക്ഷേ ബ്രെഡ് ഇങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബാക്കി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതങ്ങ് സ്റ്റിക്കായിട്ടിരിക്കും, കൂടിയിരുന്നോളും. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ബ്രെഡ് സ്പ്രെഡും കൂടെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചിടുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് വരും ബ്രെഡ്. അപ്പം നമ്മൾ അടിയിൽ ആയോന്നൊന്ന് പയ്യെ നോക്കി വേറൊരു പാനിലേക്ക് ഞാനിങ്ങനെ മാറ്റുന്നത് കേട്ടോ. അത് മറച്ചിടുമ്പോൾ അല്ലെങ്കിൽ ബ്രെഡ് ആയതുകൊണ്ട് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഈ പാൻ അതിൻ്റെ മണ്ടയിലേക്ക് ഒന്ന് തിരിച്ച് വെക്കുക. എന്നിട്ടത് ഫ്ലിപ്പ് ചെയ്തെടുക്കുക. ഈ പീസ് മാറിപ്പോയി കുഴപ്പമില്ല, അതിനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമ്മുടെ ആ ബ്രെഡൊന്നും മൊരിഞ്ഞ് വരണം. ഇപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ മറ്റേ സൈഡ് കിട്ടിയില്ല, അത് ഓൾറെഡി കുക്കായതാണ്. മറ്റത് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. പിസ്സയുടെ ഒരു ഫ്ലേവർ 2 വലിയ ടേബിൾ സ്പൂൺ മതി. അതെല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡായി കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒനിയൻസും പെപ്പറും നമ്മുടെ കയ്യിൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഇച്ചിരി ടൊമാറ്റോയും ഒനിയൻസും മാത്രം ഇട്ടാലും മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്പിനാച്ചും ഒക്കെ ഇരുന്നതുകൊണ്ട് ഞാൻ ചേർത്തുന്നു മാത്രം.
ഇതെല്ലാം വെജിറ്റബിൾസ് എല്ലാം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ചെഡർ ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണം. ചെറിയ ടൊമാറ്റോസും ഓണിയൻസും പെപ്പറും എല്ലാം ചേർത്ത് കൊടുക്കുക. ശരിക്കും ഒരു പിസ്സയുടെ പീസ് കഴിക്കുമ്പോൾ അത് തന്നെ ഇരിക്കും. അതിൻ്റെ എല്ലാ ഫ്ലേവറും ഉണ്ട്, പക്ഷേ അതിലും സോഫ്റ്റാണ്. ആ ബ്രെഡ് നല്ല മൊരിഞ്ഞ് ബട്ടറിൽ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എൻ്റെ ഓംലെറ്റ് പിസ്സ സ്പീഡിൽ തീർന്നു പോയിട്ടോ. അപ്പോൾ നിങ്ങളും പെട്ടെന്ന് തന്നെ റെഡിയാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് അഭിപ്രായങ്ങൾ പറയാനത് അറിയിക്കണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം സ്പ്രെഡ് ചെയ്തു. ഇനി നമ്മുടെ സ്പിനാച്ച് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഏറ്റവും സ്ലോയിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചീസൊക്കെ ഒന്ന് ഉരുകി വരണം. സ്പിനാച്ചും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വാരി വിതറുക. അത് കഴിഞ്ഞിട്ട് ചെഡർ ചീസും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്യാം. മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് ചേർക്കണത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചെഡർ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് ചേർത്തു. ഇനി നമുക്കൊരു അടപ്പ് വെച്ച് മൂടി വെക്കാം 5 മിനിറ്റ്. ചീസൊക്കെ ഒന്ന് ഉരുകി വരണം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് പിസ്സ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. നിങ്ങളും റെഡിയാക്കി നോക്കണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് GNV വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഓംലെറ്റ് പിസ്സ കഴിക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, കടിക്കുമ്പോൾ നല്ല മുകളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. പിസ്സയുടെ എല്ലാ ഫ്ലേവറും കിട്ടും. അടിയിൽ നല്ല മൊരിഞ്ഞ ബ്രെഡ്, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് കവറൊന്ന് മാറ്റി നോക്കാം നമുക്ക്. അപ്പം മുകളിൽ ഇങ്ങനെ പയ്യെ വേപ്പർ വരുമ്പോൾ അതിൽ കാണും. അപ്പോഴത്തേക്ക് നമ്മുടെ ചീസൊക്കെ ഉരുകിയിട്ടുണ്ടാവും. അടപ്പയിൽ ഇങ്ങനെ വേപ്പർ കയറി വരുന്ന ഒരു സമയം ഒരു 5 മിനിറ്റ് അത് മതി, അല്ലെങ്കിൽ അതിൻ്റെ അടി വാങ്ങിപ്പോകും. അപ്പം തീ ഒത്തിരി കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒന്ന് തുറന്ന് നോക്കാം നമുക്ക്. നല്ല മണം. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് മുറിച്ച് നോക്കാം നമുക്ക്. അപ്പോൾ പിസ്സ കഴിക്കണം തോന്നുമ്പോൾ ഇങ്ങനെ നമുക്ക് റെഡിയാക്കി നോക്കാം. പെട്ടെന്ന് ക്വിക്കായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. മുറിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഓംലെറ്റ് പിസ്സ കഴിക്കട്ടെ കേട്ടോ. അപ്പം പുതിയൊരു വിഭവമായിട്ട് ഞാൻ ഉടനടി വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് GNV വ്ളോഗ്സ്. ബൈ.